നമസ്കാരം. ആനക്കാര്യത്തിൽ ഇന്നൊരു പെണ്ണാനക്കാര്യമാണ്. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് വിശ്വമനോഹര മാതകരത്നമായ തലച്ചിറ റോസ്ലിയാണ്. പിടിയാന പിടിയാന. അപ്പൊ എന്തായാലും ഇതാണ് റോസ്ലിയുടെ സ്വന്തം സജാദിക്ക. സജാദിക്ക എത്രാമത്തെ വയസ്സിലാണ് റോസ്ലിയുടെ കൈ കിട്ടുന്നത്? വളരെ ചെറുപ്പകാലം കൊണ്ടേ കിട്ടിയത്. എന്താണ് റോസ്ലി എങ്ങനെയാ? ശാന്ത സ്വഭാവിയാണെന്നൊക്കെ ഞാൻ വായിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രശ്നക്കാരിയൊന്നുമല്ല. അല്ല, വികൃതിയൊന്നുമില്ല. എന്താണ് റോസ്ലിയുടെ ഒരു കഥ പറയാൻ പറഞ്ഞാൽ എന്താണ് പറയാ? ചെറുപ്പകാലം കൊണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല, ആർക്കാണേലും കൊണ്ട് കിടക്കാം. തടിമില്ലിൽ പണിയെടുത്ത് പിന്നീട് ഉത്സവ പറമ്പുകളിൽ സജീവമായ ഒരാളാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു മാറ്റമൊക്കെ അവൾ എങ്ങനെയാ നേരത്തെ? കുഴപ്പമൊന്നുമില്ല, അന്ന് തൊട്ടേ നമ്മൾ എഴുന്നള്ളപ്പുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഇപ്പൊ അടുത്തൊരു പട്ടം കിട്ടിയിട്ടുണ്ട്. അതെ, അതെങ്ങനെയാണ്? അതിവിടെ ഒരു അടുത്തൊരു അമ്പലത്തിൽ സ്ഥിരമായിട്ട് എഴുന്നള്ളിക്കാൻ പോകുന്ന ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയത്. വിശ്വമനോഹര മാതക തിലകം എന്നുള്ളൊരു പട്ടം കിട്ടിയായിരുന്നു. സജാദിക്കനോട് ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടു. സജാദിക്ക പറഞ്ഞെല്ലാം കേൾക്കും. ചെറുപ്പകാലം കൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ളതല്ലേ. പിണക്കമൊക്കെ ഉണ്ടോ? പിണക്കമൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ പോകുന്നു. ഇത് സജാദിക്കോടുള്ള സ്നേഹം തന്നെയാണോ ബാക്കി എല്ലാവരോടും ഉള്ളത്? അതെ തന്നെ, എല്ലാവരും അതേപോലെ തന്നെ ഒരുപോലെയാണ്. എന്താണ് ഇവിടെ ഒരു ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ? ഭക്ഷണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാം കൊടുക്കും. പ്രത്യേകിച്ച് എല്ലാം ഡെയിലി ചോറ് വെച്ച് കൊടുക്കും, രാവിലെ അവല് കൊടുക്കും, പിന്നെ ബാക്കിയുള്ള അതൊക്കെ അങ്ങനെയാണ്. പിന്നെ എന്താണ് ഇപ്പൊ ഒരു നമുക്കറിയാം പെണ്ണാനകൾ കുറവാണ്, പ്രത്യേകിച്ച് നാട്ടാനകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. പെണ്ണാനകളുണ്ട്, നാട്ടാനയായ പെണ്ണാനകൾ കുറവാണ്. ഇവള് നാടനാനയാണ്. പിന്നെ വലിയൊരു ആനയാണ്. ഒരു 5 ആന എടുത്ത ഒരു 3-ാം സ്ഥാനം നമ്മുടെ പൊക്കത്തിലൊരു വലിയൊരു ആനയാണ്. ഇത് ഉത്സവ പറമ്പുകളൊക്കെ കൊണ്ടുപോകുമ്പോ എങ്ങനെ പറഞ്ഞാലൊക്കെ കേൾക്കോ? കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, സേഫാണ്. ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഇലയൊക്കെ പറിച്ച് തിന്നാൻ നോക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് അത് സ്വഭാവമാണ്. ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോ റെസ്പോൺസ് കിട്ടാതെ ചിരിക്കാൻ പറഞ്ഞ ചിരിക്കുന്നൊക്കെ പറഞ്ഞു. ഒന്ന് ചിരിപ്പിച്ച് മനസ്സിലാവും. ഒന്ന് ചിരിച്ചേ. എങ്ങനെയാ അത്? ഒന്ന് ചിരിച്ചേ. വിളിച്ചേ എങ്ങനാ? കാര്യമൊക്കെ പറയാം നമ്മുടെ അടുത്ത്. ഒന്ന് വിളിച്ചാനെ, ഒന്ന് ചിരിച്ചാനെ. അതൊക്കെ ഉണ്ട്, തൊട്ട് കാണിക്കുക. എന്തെങ്കിലും ചെറിയ മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് കാണിക്കുകയും മറ്റുള്ള ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ സംശയമാണ്, നമ്മൾ ഈ ആണാനകൾക്ക് നമ്മൾ മതപ്പാടൊക്കെ ഉള്ളത് അതുപോലെ എന്തെങ്കിലും ഉണ്ട് ഈ പെണ്ണാനകളാവും? പിടിയാനകൾക്ക് അങ്ങനെ മതപ്പാടായിട്ടൊന്നും മതപ്പാടില്ലെന്നറിയാം. ഞാൻ ചോദിച്ചത് പീരീഡ്സ് പെണ്ണുങ്ങൾ പീരീഡ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണുങ്ങൾക്കാണ് എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇതുവരെയായിട്ടില്ല. നോർമലി പിന്നെ മതപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണെങ്കിൽ ചെറുതായിട്ട് കണ്ണൊക്കെ നനഞ്ഞ് ചെറുതായിട്ട് ഒലിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് നനയുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൊമ്പനാനുള്ള ഇതായിട്ടൊന്നുമില്ല. അതൊരു ഡിസംബർ മാസം തണുപ്പ് കൂടുമ്പോൾ മാത്രം ഉള്ളൊരിത്. അങ്ങനെയല്ല, നമ്മളിപ്പോ അങ്ങനെ നോക്കിയിട്ടില്ല നിർത്തിയേക്കുന്നത്. നമ്മളെ വീട്ടിലെ രംഗത്തെ പോലെ തന്നെ നിർത്തിയേക്കുന്നത്. വീട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ഒരു ആനയെ വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചെറുപ്പം തൊട്ടേ ഉള്ളു, വാപ്പായാണ് ഇതിനെ മേടിച്ച്. നമ്മുടെ ചെറുപ്പകാലം തൊട്ടേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു 10-32 വയസ്സിനകത്ത് പ്രായമുണ്ട്. നമ്മൾ കൊണ്ടുവന്ന കാലം തൊട്ടേ റോസ്ലി എന്നാ പേര്. പിന്നെ നമ്മൾ മാറ്റാനും നിന്നിട്ടില്ല. പേര് കൊണ്ട് വ്യത്യസ്തതയാണ്. മറ്റുള്ള ആനകൾക്കൊന്നും ഇങ്ങനെ ഒരു പേരില്ല, കേട്ട് പരിചയമില്ലല്ലോ. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നതാണല്ലോ. ചെറിയൊരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ഇല്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിടിച്ചോ, കുഴപ്പമില്ല, പിടിച്ചോ. എന്നോട് ഈ ആനകൾക്ക് എപ്പോഴും കണ്ണിങ്ങനെ നിറഞ്ഞു കൊടുക്കുന്നത്? അത് വിയർപ്പ് കേന്ദ്രമുള്ള ആനകൾക്ക് കുറവില്ലേ, ആനയുടെ കണ്ണി കൂടെ കാലിൽ കൂടെ ഒക്കെ. അത് ഇത് അനൂപ് ഇപ്പം 2-2.5 കൊല്ലം കൊണ്ട് നമ്മുടെ അടുത്തുണ്ട്. ഇത് ഇതാ ഒന്നാം പാപ്പ. ഇപ്പൊ കൂട്ടത്തിലാണ്. ഇപ്പൊ ദീപു എന്ന് പറയും. ഒരു 6-7 മാസം കൊണ്ടുണ്ട്, കൂടെ ഉണ്ട്. എന്താണ് ചേട്ടാ പാപ്പാൻ എന്ന നിലയ്ക്ക് എന്താണ് റോസ്ലിനെ കുറിച്ച് പറയാനുള്ളത്? പൂരപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോൾ 4 പേര് അറിയാം റോസ്ലി എന്ന് പറയുമ്പോ തന്നെ പേരുള്ള ആനയായോണ്ട്
വേറെ ആർക്കും ഈ പേരില്ലാത്തതുകൊണ്ട് റോസിലി എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് നോക്കും. പിന്നെ അത്യാവശ്യം പൊക്കത്തിലും കാര്യത്തിലും ഉള്ളതുകൊണ്ട് ആടുത്ത് മാറ്റി നിർത്തൂല. ആ ചേട്ടൻ്റെ അടുത്ത് എങ്ങനെയാ ഇവളെ? നല്ല രീതി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പറഞ്ഞാലൊക്കെ കേൾക്കും. നല്ല അനുസരണ ഇളവളാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ചേട്ടൻ ഇതിന് മുന്നേ വേറെ ഏതെങ്കിലും ആനകളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടോ? ആനകൾ കുറെ പിടിയാനയുടെ കൂടെ മുന്നേ ചെമ്പകം കല്യാണി. എങ്ങനെയാ ഈ ആണാനകളെയും പെണ്ണാനകളെയും കൂടി നോക്കുമ്പോ അവരെ നോക്കുന്ന രീതിക്ക് വ്യത്യാസമൊക്കെ ഉണ്ടോ? ആനയെടുത്ത് നമ്മള് കുറച്ചുകൂടി റഫ് ആൻഡ് ടഫ് ആയിരിക്കും. അല്ല, പിടിയാനെ നോക്കും പോലെ പാട്. പിടിയാനെ നോക്കാനാണോ പാട്? അതെന്താ? അത് കൊമ്പനാണെങ്കിൽ നമ്മൾ ഒരു അടി കൊടുത്താൽ അതറിയാം ഇന്നതാണ് കാര്യത്തിനാണ് പാപ്പൻ അടിച്ചത്. പെമ്പിള്ളേരെ സ്വഭാവം അറിഞ്ഞൂടെ? അതെന്തായിട്ട് അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെയല്ല, ഒരു കാര്യം തന്നെ പറഞ്ഞാലും അവര് വീണ്ടും കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും. കാണിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ റോസ്ലി അങ്ങനെയല്ല, എന്നാലും കുറുമ്പായിട്ട് അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഗുണം അധികം ചങ്ങലൊന്നും പാടില്ല, ഫ്രീ ആയിട്ട് നിൽക്കണം. ഞാൻ നേരത്തെ വന്ന് കുളിക്കുമ്പോഴും ഞാൻ കണ്ടു ഒരു കാലിൽ മാത്രമേ ചങ്ങല ഉണ്ടായിരുന്നു. പേരിന് വേണ്ടി, അതും ആവശ്യമില്ല. എവിടേക്കാ? പിന്നെ ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല ഇതാണ്, പറയുന്നതൊക്കെ കൃത്യമായി കേൾക്കുന്നു അല്ലേ? കുളിക്കുമ്പോ അങ്ങോട്ട് തിരിയുമ്പോൾ കൃത്യമായി തിരിയുന്നുണ്ടായിരുന്നു. എല്ലാം ചെയ്യും, അതൊക്കെ ചെയ്യും. ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെ? രാവിലെ ഒരു 5 രാവിലെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പട്ട അല്ലെങ്കിൽ ഓല, പിന്നെ വൈകിട്ട് ചോറുണ്ട്. ഇത് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമോ? ഇല്ല, കറക്റ്റ് സമയത്ത് കൊണ്ടുണ്ട്. മുതലാളിമാർക്ക് അതൊക്കെ എവിടെ കാര്യത്തിനെല്ലാം കറക്റ്റ് ആയിട്ട്. അല്ല, ഞാൻ ചോദിച്ചത് എന്തെങ്കിലും രീതിയിൽ ഒരു ഡിലേ ഒക്കെ വരികയാണെങ്കിൽ ഇതുവരെ ഡിലേ വന്നിട്ടില്ല. ഇല്ല, നമ്മളല്ലെങ്കിൽ വേറെ അവർ തന്നെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊണ്ട്. ആരെങ്കിലും ഉപദ്രവിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, കളിക്കെങ്കിലും കളിക്കാൻ നിൽക്കോ? ഇപ്പൊ നിങ്ങളോടെയും കളിക്കും, അത് അത്രേ ഉള്ളൂ. കളിക്കാന്ന് പറയുമ്പോ ഈ നിൽക്കുന്ന പോലെ അത് സ്നേഹം കാണിക്കണാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, അത് എന്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടല്ലേ. അതെന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും റോസ്ലിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. റോസ്ലി പറയുമ്പോൾ ഭയങ്കര കൂളായിട്ടുള്ള, എന്നെ പോലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സുന്ദരിയാണ് അല്ലേ? ഞാൻ പഠിച്ചോട്ടോ. എന്തായാലും തലച്ചിറ റോസ്ലിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മറ്റൊരു ആനയുടെ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്താം.